നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് എല്ലാം കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റി ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചിക്കൻ അല്പം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ചിക്കൻ 1 മണിക്കൂർ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഒരു നാരങ്ങ നമുക്ക് കുരുവില്ലാതെ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതെല്ലാം ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് കുറഞ്ഞത് 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണി വയ്ക്കാനുള്ള അരി ഒന്ന് അളന്നെടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിറച്ച് ഞാൻ അരി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണേണ്. ഒരു വലിയ ചിക്കന് നമുക്ക് 1.5 കിലോ റൈസ് വരെ എടുക്കാം. കൈമ റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അരമണിക്കൂർ വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ചോറ് വയ്ക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ റൈസ് ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി മസാല തയ്യാറാക്കാൻ എടുക്കുന്ന പോട്ടിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള തിന്നായിട്ട് അരിഞ്ഞതാണ്, അതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 തവണയായിട്ടാണ് ഞാൻ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് സവാള ഒന്ന് അടർത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. നന്നായിട്ട് കളറ് മാറി വരുമ്പം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം ഇതൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള സവാളയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇതൊട്ടും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മസാലയുടെ ടേസ്റ്റിനും അതനുസരിച്ച് മാറ്റം വരും. അപ്പോൾ സവാള മൊത്തം കോരി മാറ്റിയിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകി നമ്മൾ കുതിരാനും വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഓയിലിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയ സവാള നന്നായിട്ട് ചൂടാറിയിട്ട് പെട്ടെന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കളർ മാറിയപ്പോൾ ഇത് നമ്മൾ കോരി മാറ്റണേണ്. ഇനി കുറച്ച് കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ എളുപ്പത്തിൽ നമ്മൾ കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റണേണ്. ഇനി ഈ സെയിം ഓയിലിലേക്ക് 3 മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ അല്ലെങ്കിൽ ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാനുണ്ട്. എരിവുള്ള 10 പച്ചമുളകും ഒരു 2 ബൾബ് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ചതച്ചെടുത്തത്. ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 4-5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു അരപ്പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം തക്കാളി ഇട്ടിട്ട് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ചിക്കൻ്റെ ഒപ്പം തക്കാളിയും വെന്ത് വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയിൽ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. ചിക്കൻ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിൽ അത്യാവശ്യം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താണ്. അതുകൊണ്ടാണ് മസാലയിൽ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടി മാത്രം, അല്പം മാത്രം, 4-1 മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് മൂടി ഒന്ന് വേവിച്ചെടുക്കാം.
ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് മൂടി തുറന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു മൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് ഇത് വേവിച്ചെടുക്കാം. ചിക്കൻ വേകാനായിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള ആ വെള്ളവും പിന്നെ തൈരൊക്കെ നമ്മൾ ആഡ് ചെയ്തത് കൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വേകാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് മൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. അതുപോലെ തന്നെ ഒരുപാട് ബിരിയാണി മന്തി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യണേ. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടീസ്പൂൺ നെയ്യും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ബേ ലീഫ്, 2 കഷ്ണം പട്ട, ഒരു 5-6 ഏലക്ക, പിന്നെ ഒരു 3-4 കറിയാമ്പൂ, ഒരു ചെറിയ സവാളയുടെ പകുതിയും കൂടെ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നെയ്യിൻ്റെ അളവ് കുറക്കാനാണ് നമ്മൾ ഓയിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവ് കുറച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സവാള മുരിയേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചോറിന് വേണ്ട വെള്ളം അളന്നൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രം റൈസിന് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ 1.5 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ദം ചെയ്യാനുള്ളത് കൊണ്ടാണ് ഒരു പാത്രം റൈസിന് നമ്മൾ 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തത്. ദം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1.25 പാത്രം വെള്ളം വേണ്ടി വരും. ഈ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ അടച്ചു വയ്ക്കാം. ഇതാ നമ്മുടെ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അത് മൊത്തം വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറച്ച് മാത്രം അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വല്ലാണ്ട് ഡ്രൈ ആക്കണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മുടെ മസാല വേണം. ദം ചെയ്യാൻ നേരത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് വേണം കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ കുതിർത്ത് വെച്ച റൈസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ആഡ് ചെയ്താണ്. ഉപ്പ് കുറച്ച് മുന്തി നിന്നാലാണ് ചോറിന് അത്യാവശ്യം ഉപ്പുണ്ടാവുള്ളൂ കേട്ടോ. ഇതാ ഇപ്പോൾ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. വെള്ളം ഒരുവിധം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഒരുവിധം വറ്റുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. നല്ല ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് 5 മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി റൈസ് വേകുന്ന സമയത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് ദോശക്കല്ലൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി, റൈസിലെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലപ്പൊട്ടിൽ തന്നെയാണ് നമ്മൾ ദം ഇടുന്നത്. അപ്പോൾ ചൂടാക്കി വെച്ചാൽ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് മസാലപ്പൊട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം, ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ആ റൈസ് ഇതിൻ്റെ മുകളിൽ നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ലെയർ മാത്രം റൈസ് മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അധികം ഉണ്ടെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ട് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഫോയിൽ പേപ്പർ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഈ പോട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടിയിട്ട് എന്തെങ്കിലും വെയിറ്റ് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതിയാകും. ഇനി നമ്മുടെ സ്റ്റൗ വല്ലാണ്ട് സിമ്മിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ ദോശക്കല്ലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ നമുക്ക് വെക്കാവുന്നതാണേ.
അപ്പോൾ ഏറ്റവും അവസാനമാണ് ഞാൻ മല്ലിയില വിതറി കൊടുത്തത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ റൈസ് കുറച്ച് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കുകയും ചെയ്തത്. ഇനി അവസാനം കുറച്ച് ഫ്രൈഡ് ഓണിയനും കാഷ്യൂ നട്ട്സും ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്